ഗൾഫ് കപ്പിൽ ബഹ്റൈൻ വീണ്ടും മുത്തമിടുമ്പോൾ ആ നേട്ടത്തിന് ചുക്കാൻ പിടിച്ചത് മുഹമ്മദ് മർഹൂനാണ്. ടൂർണമെന്റിലുടനീളം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച മർഹൂൻ തന്നെയായിരുന്നു ഫൈനലിലും ബഹ്റൈന്റെ വിജയശില്പി. ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ പട്ടവും ഈ 26-കാരൻ മിഡ്ഫീൽഡറുടെ പേരിലാണ്. 78-ാം മിനിറ്റ് വരെ ഗൾഫ് കപ്പ് കിരീടം ഒമാൻ ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ മിനിറ്റുകളുടെ ഇടവേളയിൽ ഒമാന്റെ പ്രതിരോധ നിരയെ തച്ചുടച്ച 26-കാരൻ മിഡ്ഫീൽഡർ സകലതും തിരുത്തിയെഴുതി. മുഹമ്മദ് മർഹൂൻ ഗൾഫ് കപ്പിലുടനീളം ബഹ്റൈന്റെ പ്രതീക്ഷകളെ ബൂട്ടുകെട്ടി ചലിപ്പിച്ചവൻ. ടൂർണമെന്റിൽ ആദ്യാവസാനം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് മർഹൂൻ തന്നെയായിരുന്നു ഫൈനലിലും ബഹ്റൈന്റെ വിജയശില്പി. കളി അവസാന മിനിറ്റുകളിലേക്ക് കടക്കുമ്പോൾ മത്സരത്തിലേക്ക് തിരിച്ചുവരാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ബഹ്റൈന്റെ പ്രതീക്ഷകൾക്ക് ജീവൻ നൽകിയത് പന്തുമായി വിങ്ങിലൂടെ ബോക്സിലേക്ക് കുതിച്ച മർഹൂനാണ്. ഒടുവിൽ 78-ാം മിനിറ്റിൽ മർഹൂന്റെ ഗോളെന്നുറച്ച ശ്രമത്തെ ടാക്കിൾ ചെയ്യാൻ ശ്രമിച്ച ഒമാൻ താരം ജമീൽ അഹമ്മദിയുടെ ചാലഞ്ച് അവസാനിച്ചത് ഫൗളിലായിരുന്നു. ബോക്സിലെ ഗുരുതരമായ ഫൗളിന് ബഹ്റൈൻ അനുകൂലമായി റഫറി പെനാൽറ്റി വിധിച്ചു. പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് കിക്കെടുത്ത മർഹൂൻ ഒമാൻ ഗോൾ കീപ്പർക്ക് ഒരവസരം പോലും നൽകാതെ അതിമനോഹരമായി ലക്ഷ്യം കണ്ടു. ആ സമനില ഗോളിൽ ജീവൻ തിരിച്ചു കിട്ടിയ ബഹ്റൈൻ സെക്കൻഡുകൾക്കുള്ളിൽ മർഹൂനിലൂടെ തന്നെ വീണ്ടും വെടിപൊട്ടിച്ചു. ഇടതുവിങ്ങിലൂടെ പന്തുമായി ഒറ്റയ്ക്ക് കുതിച്ച മർഹൂൻ ഗോളിയും ഒരു ഡിഫൻഡറും മാത്രം മുന്നിൽ നിൽക്കെ പന്ത് ക്രോസ് ചെയ്തു. കാലുവെച്ച ഒമാൻ ഡിഫൻഡർ മുഹമ്മദ് മസ്ലാമിയുടെ ഡിഫ്ലക്ഷനിൽ ഒമാന്റെ വലയിൽ സെൽഫ് ഗോൾ വീണു. ആർത്തിരമ്പുന്ന ഗ്യാലറിയെ സാക്ഷിയാക്കി മർഹൂനും സംഘവും ആ വിജയ ഗോൾ ആഘോഷമാക്കി. നേരത്തെ സൗദിക്കെതിരെയും സെമിയിൽ കുവൈത്തിനെതിരെയും ബഹ്റൈന്റെ നിർണായക ഗോൾ പിറന്നത് മുഹമ്മദ് മർഹൂന്റെ ബൂട്ടിൽ നിന്നാണ്. ടൂർണമെന്റിന്റെ താരവും 3 ഗോളുകളോടെ ഗൾഫ് കപ്പ് ടോപ്പ് സ്കോറർ പുരസ്കാരവും മർഹൂനാണ്. ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ.